ಕೊಂಡೋಗ್ರಿ ತಿಂಡಿ ಮಾಡ್ಕೊಂಡು ಹೋಗಿ. ಸರ್ ಬನ್ನಿ, ಕೂತ್ಕೊಳ್ಳಿ, ಇಲ್ಲೇ ಕೂತ್ಕೊಳ್ಳಿ. അണ്ണ ഇഡ്ഡലിയാണേ. വേണ്ട വേണ്ട ഫുൾ ഇത്ര തന്നെ ഇവിടെ രംഗമാണ്. കുറെ ആളായല്ലോ രംഗത്തിനെ വിളിച്ചിട്ട് ഒന്ന് വിളിച്ചു നോക്കല്ലേ. എടാ മോനെ, ഈ രംഗച്ചേട്ട കാണിച്ചു തരുമോ? ഞാൻ കാണിച്ചു തരും. മോനെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? അയ്യോ ഡോക്ടർ സാർ. നമസ്കാരം ഡോക്ടർ സാർ. ആ രംഗനാ ಚೆನ್ನಾಗಿದ್ದೀರಾ? എനക്ക് സുഖം ഡോക്ടർ സാർ. എന്തൊക്കെ വിശേഷം? കുറേ നാളായല്ലോ. പിന്നെ മുകളിലേക്ക് നിർത്തിയില്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം നിർത്തിച്ചാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഒന്നുമില്ല, ഏനുമില്ല. സിഗരറ്റ് ഇല്ല, തണ്ണിയില്ല, ഇഡ്ഡലി ഇല്ല, ഏനുമില്ല. അതാണ് രംഗണ്ണൻ. പറഞ്ഞ പോലെ ചെയ്യും അല്ലേ? ഇപ്പോൾ വീഡിയോ കണ്ടിരുന്നു രംഗണ്ണ ഇഡ്ഡലി കഴിക്കാത്തതിൻ്റെയൊക്കെ. ശരി, അപ്പോൾ രംഗണ്ണൻ്റെ ഇവിടെ ഇഡ്ഡലി രഹസ്യം നമ്മൾ നാട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? നമ്മുടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും ഡോക്ടർ സാർ. എല്ലാവരും ഫിറ്റ് ആയിരിക്കട്ടെ. ഓക്കെ, ഡൺ. അവരെല്ലാവരും പറഞ്ഞു, എല്ലാവരും അങ്ങനെ പോലെ ഫിറ്റ് ആവട്ടെ. ഓക്കെ ഡോക്ടർ സാർ, ശരി. അപ്പോൾ നമ്മുടെ രംഗണ്ണൻ്റെ ഇഡ്ഡലി രഹസ്യം എന്നറിയണ്ടേ? അപ്പോൾ ഇഡ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് അരി വെച്ചുണ്ടാക്കുന്ന പദാർത്ഥമാണ് അല്ലേ? മേജർ കണ്ടന്റ് എന്ന് വെച്ചാൽ അരിയാണ്. അപ്പോൾ അതും വെള്ള അരി വെച്ചിട്ടാണ് സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പം വെള്ളരിക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പലരും പേഷ്യൻസ് തന്നെ എപ്പോഴും പറയാറുണ്ട്, ഡോക്ടറെ ചെറിയ ഇഡ്ഡലിയാണ് കഴിച്ചത്, എന്നിട്ടും ഷുഗർ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് എന്നുള്ളതൊക്കെ. 2 ഇഡ്ഡലി 3 ഇഡ്ഡലി കഴിച്ചുള്ളൂ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇഡ്ഡലി എന്ന് പറയുന്ന അരിയാഹാരം നമുക്ക് ഒരിക്കലും ഇത്ര സൈസ് അളവ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ ഇത്രേ കൂടുള്ളൂ രക്തത്തിൽ, അങ്ങനെ ഒരു കണക്ക് നമുക്ക് പറയാനേ പറ്റില്ല. അപ്പോൾ അരിയാഹാരമായതുകൊണ്ട് ഗണ്യമായിട്ടുള്ള വർധനവ് വരാം, പ്രത്യേകിച്ച് പ്രമേഹമുള്ളവരിൽ. അപ്പോൾ പ്രമേഹമുള്ളവരും വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവരും അരി ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. പറഞ്ഞോളൂ, ഇഡ്ഡലി മാത്രമല്ല, ഇഡ്ഡലി, ദോശ, അപ്പം, നൂൽപുട്ട്, ഉപ്മാവ്, പൊറോട്ട. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉപയോഗം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രമേഹം നിയന്ത്രണത്തിലെത്തിക്കുവാനും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളില്ലാതെ ജീവിക്കാനും തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ഇനി മുതൽ ഇഡ്ഡലി കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ബേഡ. നമസ്കാരം.